നെക്സ്റ്റ് മന്ത് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. ഇതുവരെ പഠിച്ചൊന്നും തുടങ്ങിയിട്ടില്ല. ഇന്ന് ചെറുതായിട്ടൊന്ന് തുടങ്ങി വെച്ചു. ഇന്ന് പഠിക്കാൻ വേണ്ടി ടാബിളിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ടാബിൾ ഒന്നായിട്ട് അലങ്കോലമായി കിടക്കുക. ഇങ്ങനെ ഇട്ടിട്ട് പഠിക്കാൻ നിന്നാൽ പഠിക്കണമൊന്നും തലേ നിൽക്കൂല. ചെറുതായിട്ടൊന്ന് തട്ടിക്കൊട്ടി തുടച്ചടക്കി വെച്ചിട്ടുണ്ട്. ടാബിളിൻ്റെ ഉള്ളിൽ തുറക്കാത്തതാണ് നല്ലത്. തുറന്നാൽ അപ്പം ഞാൻ പഠിക്കലുണ്ടാവില്ല. എക്സാം ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ പഠിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി വെൽ പ്ലാനഡ് ആയിട്ട് ഒരു ചെറിയ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഫോക്കസ് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാവർക്കും ഇത് നടക്കണമെന്നില്ല. എന്നെ പോലെ 2 ദിവസമൊക്കെ ഫോളോ ചെയ്യും, പിന്നെ അത് ഇങ്ങോട്ട് പോകും. എന്നാൽ അങ്ങനെ ആവരുത്. ടൈം ടേബിളിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കും. എനിക്കിതുവരെ അതിന് പറ്റിയിട്ടില്ല, ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ടൈമാണ് പ്രധാനം. നമ്മളൊരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ടൈമും കൂടി മാനേജ് ചെയ്യണം. പഠിക്കുന്ന സമയത്ത് ശ്രദ്ധ വേറെ എന്തെങ്കിലും പോവാതെ ശ്രദ്ധിക്കണം. ഇതൊക്കെ പറയണ ഞാൻ ഇങ്ങനെയാണെന്നല്ല കേട്ടോ, ഇങ്ങനെ ആവാൻ ശ്രമിക്കണം. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷൻ കിട്ടിയില്ലേ? എന്നാൽ ഈ മോട്ടിവേഷൻ കളർ ഇപ്പം തന്നെ പോയി പഠിച്ചു തുടങ്ങിക്കോ. നമ്മുടെ പേപ്പറിൽ മാർക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ പഠിച്ചെഴുതണം. എന്നാൽ ശരി, ഞാൻ പോയി പഠിക്കട്ടെ. നിങ്ങളും പോയി പഠിച്ചോട്ടോ.